കാനഡയിലുള്ളവർക്കറിയാം ഇവിടെ ഒരു PR കിട്ടാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു 20-30 ലക്ഷം മുടക്കി ഇവിടെ പഠിക്കാൻ വന്ന ഒരാൾക്ക് എങ്ങനെയും ഒരു PR കിട്ടണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നതും. അതിനുവേണ്ടി പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാനൊക്കെ അവർ റെഡിയാണ്. എന്നാൽ അവരിൽ ചിലർ ചെയ്യുന്ന തട്ടിപ്പുകൾ കാരണം അവരുടെ PR റിജക്ഷൻ ആവുകയും മാത്രമല്ല അവർക്കൊരു 5 ഇയർ ബാൻ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ മൂലമോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നേരത്തെ ചെയ്യുകയും അവർക്ക് PR കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുമൂലമായിരിക്കാം ഇങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാനൊക്കെ അവർ റെഡി ആവുന്നത്. പക്ഷേ ഈ അടുത്ത സമയത്ത് അങ്ങനെ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ റിജക്ഷൻ വരികയും അത് വലിയ വലിയ കുഴപ്പങ്ങളായി മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2015 തൊട്ട് കാനഡയുടെ ഇമിഗ്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു CRS സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. CRS സ്കോർ എന്ന് പറയുമ്പോൾ ഒരു ഏജ്, നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, ഇങ്ങനെ പല ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് എല്ലാവരും ചേർക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ഒരു CRS സ്കോർ എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുന്ന CRS സ്കോറിന് അനുസരിച്ചിട്ടായിരിക്കും അവർ ഓരോ മാസവും ഡ്രോ കണ്ടക്ട് ചെയ്യും. ആ ഡ്രോയിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന സ്കോർ നമ്മുടെ സ്കോറിനേക്കാളും താഴെയാണെങ്കിൽ നമുക്ക് അതിനൊരു ഇൻവിറ്റേഷൻ കിട്ടുകയും നമുക്ക് PR കിട്ടുകയാണ് നോർമൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഒരു ഏജിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിലോ ഒന്നും നമുക്ക് വലിയ രീതിയിലുള്ള കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ഓരോ വയസ്സ് കൂടുന്തോറും ഈ CRS സ്കോർ നമ്മളത് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ വർക്ക് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ മാക്സിമം 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടുന്ന സെയിം സ്കോർ തന്നെയായിരിക്കും ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും കിട്ടുന്നത്. എഡ്യൂക്കേഷനിൽ മാത്രമാണ് ചെറിയ സ്കോറിൽ വ്യത്യാസമുള്ളത്. UG ലെവലിലുള്ളൊരു എഡ്യൂക്കേഷൻ പോയിൻറ്റ്സ് ആയിരിക്കത്തില്ല. PG വരുമ്പോൾ അതേപോലെ തന്നെ PhD ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള പോയിൻറ്റ്സ് കൂടുകയൊക്കെ ചെയ്യും. പിന്നെ വരുന്നതാണ് ലാംഗ്വേജ് എഫിഷ്യൻസി അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ഒരു IELTS സ്കോർ എന്ന് പറയുന്നത്. CLB 7 ഒക്കെ കിട്ടുന്ന ഒരാൾക്കായിരിക്കും മാക്സിമം സ്കോർ കിട്ടുന്നത്. അതിൽ കൂടുതൽ IELTS നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ പോലും ആ സ്കോറിലൊന്നും വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവർ മെയിനായിട്ട് 2 തരം ആപ്ലിക്കേഷൻസാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഒന്ന് മാരീഡ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളവരും. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ളവർക്ക് ആ സ്പൗസിൻ്റെ ഇതെല്ലാം ഏജും അല്ലെങ്കിൽ എഡ്യൂക്കേഷനും വർക്ക് എക്സ്പീരിയൻസും എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. സിംഗിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഓഫ് കോഴ്സ് അയാളുടെ സ്വന്തം ആപ്ലിക്കേഷൻസ് മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മാരീഡ് ആയിട്ടുള്ള ഒരാൾക്ക് കുറച്ചുകൂടി സ്കോർ കൂടുതൽ കിട്ടാനും അവർക്ക് PR കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി IRCC ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് സിംഗിളായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് കൂടുതൽ പോയിൻറ്റ്സ് അവർ കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസിലും അല്ലെങ്കിൽ ഏജിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ എല്ലാത്തിലും സിംഗിളായിട്ട് ഒരാൾ അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ സ്കോറാണ് കൊടുക്കുന്നത്. അത് ഈ മാരീഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വർഷങ്ങളായി പലരും ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് മാരീഡ് ആയിട്ടുള്ള പല ആൾക്കാരും അവരുടെ സ്പൗസിനെ ആദ്യം ആഡ് ചെയ്യുകയും അതിനുശേഷം അവർക്കൊരു CRS സ്കോർ എല്ലാം നോക്കുമ്പോഴത്തേക്ക് അവർക്ക് പോയിൻറ്റ്സ് കുറവാണെങ്കിൽ സ്പൗസിനെ ആ ആപ്ലിക്കേഷനിൽ നിന്ന് റിമൂവ് ചെയ്യുകയും അതിനുശേഷം സിംഗിളായിട്ടൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാരീഡ് ആയിട്ടുണ്ടായിരുന്ന ഒരാൾക്ക് ആപ്ലിക്കേഷനിൽ എത്ര പോയിൻറ്റ്സ് കിട്ടിയോ അതിനേക്കാൾ ഒരു 40 പോയിൻറ്റ്സ് കൂടുതലാണ് കിട്ടുന്നത്. അതുവഴി അവർക്ക് PR കിട്ടാനുള്ള സാധ്യത കൂടുകയും അങ്ങനെ വൺസ് PR കിട്ടിയതിന് ശേഷം വൈഫിനെ സ്പോൺസർ ചെയ്തിട്ടുള്ളൊരു PRനുള്ളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അത് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്ത സമയത്ത് IRCCക്ക് ഇങ്ങനത്തെ ഒത്തിരിയധികം ആപ്ലിക്കേഷൻസ് കിട്ടിയത് കാരണം അവർക്ക് ഈ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ് അവരിപ്പോൾ എടുത്തേക്കുന്നത്. അതിന് പ്രകാരം ഇപ്പോൾ ഒരു സിംഗിളായിട്ടൊരു ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് PR കിട്ടിയാൽ പോലും നാളെ സ്പൗസിന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഗവൺമെൻറ് ഇപ്പോൾ ആ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുന്നില്ല. മാത്രമല്ല അതിൻ്റെ പേരിൽ അവർക്ക് ഒരു ലെറ്റർ അവർക്ക് അയക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കള്ളത്തരം ചെയ്തത് എന്നുള്ള രീതിയിൽ. അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സിംഗിളായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടിയ ആ PR പോലും ഇപ്പോൾ അവർ റിവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ ജെന്യൂനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവർ ഇതുപോലെ കല്യാണം കഴിച്ചിട്ടുള്ളവർ തന്നെ, പക്ഷേ അവരുടെ സ്പൗസ് പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പം ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ നാട്ടിലുള്ളതും അല്ലെങ്കിൽ എന്തെങ്കിലും പഠിത്തമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതും ഒക്കെ കാരണം അവരുടെ സ്പൗസ് ചിലപ്പം കാനഡയിലേക്ക് വരികയുണ്ടാകത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ജെന്യൂനായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ വൈഫ് ഇവിടെ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് വൈഫിന് പെർമനൻറ്റ് റെസിഡൻസി ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് PR കിട്ടുകയും അതിനുശേഷം പിന്നീട് സ്പൗസിന് എന്തെങ്കിലും കാരണവശാൽ പിന്നെ
ഇങ്ങനെ കാനഡ വരണമെന്ന് തോന്നുമ്പോൾ അന്നേരം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ആ സ്പൗസിന് PR കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇതിനകത്തുള്ള ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസൊക്കെ മനസ്സിലാക്കി പല ആൾക്കാരും ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് കാനഡയിൽ വരികയും എന്നാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ വൈഫിന് ഇപ്പോൾ പെർമനൻറ്റ് റെസിഡൻസി ആവശ്യമില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഒരു PR കിട്ടാനോ അല്ലെങ്കിൽ കാനഡയിൽ തുടരാനോ ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ കേസുകളിൽ പോലും കാനഡ ഗവൺമെൻറ് ലിബറലായിട്ടുള്ളൊരു നയം സ്വീകരിച്ച കാരണം അവർക്കെല്ലാം PR കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടാണ് വളരെയധികം ആൾക്കാർ ഇതിനകത്ത് ഒത്തിരി അധികം കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കി ഇത് ഈ ആപ്ലിക്കേഷൻ കൂട്ടത്തോടെ ഈ ഒരു പോയിൻറ്റ്സ് പ്രത്യേകിച്ച് ഒരു 40 പോയിൻറ്റ്സ് ഒക്കെ കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവർ കൂട്ടത്തോടെ ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് IRCC ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂൾ ഇപ്പോൾ അടുത്തിടയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 40 പോയിൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അതൊരു ചെറിയ നമ്പർ ആണെന്ന്. ഒരിക്കലുമല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റിലത്തെ ഒരു CEC കാറ്റഗറി ഡ്രോ നടക്കുകയും ആ CEC അവർ ഇൻവൈറ്റ് ചെയ്തത് 529 സ്കോറിന് മുകളിലുള്ള ആൾക്കാരെയാണ്. അപ്പോൾ ഒരു 500 അല്ലെങ്കിൽ 490 ഒക്കെ ഉള്ള ഒരാൾക്ക് ഒരു 40 പോയിൻ്റ് എക്സ്ട്രാ കിട്ടും എന്ന് പറയുമ്പോൾ അവരുടെ സ്കോർ പെട്ടെന്ന് തന്നെ 530 540 ഒക്കെ ആവും. അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻവിറ്റേഷനിൽ അവർക്ക് PR കിട്ടുമെന്ന് പറയുമ്പോൾ അത് വലിയ ആശ്വാസം തന്നെയല്ലേ. കുറച്ച് നാൾ മുമ്പ് വരെ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് നമ്പറിലായിരുന്നു. ചിലപ്പോൾ വർഷത്തിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ എണ്ണം നോക്കുമ്പോൾ ഒരു 3-4 ആപ്ലിക്കേഷൻസൊക്കെ മാത്രമേ ഇങ്ങനത്തെ രീതിയിൽ സബ്മിറ്റ് ചെയ്യാറുള്ളായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് നോക്കുമ്പോൾ ലാസ്റ്റിലത്തെ ഒരു 2 മാസത്തിൽ തന്നെ ഏകദേശം 15ഓളം ആപ്ലിക്കേഷനാണ് ഇങ്ങനെ സബ്മിറ്റ് ചെയ്തത്. ഇതിൽ പ്രകാരമാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇത് വളരെ ശ്രദ്ധയിൽപ്പെടുകയും ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ലെറ്റർ അയച്ചിട്ട് അതിന് വ്യക്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ അവർ അന്വേഷിക്കുകയും അതിൽ വ്യക്തതയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് PR കൊടുക്കണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള കാനഡയിലുള്ള പല സ്റ്റുഡൻസും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന പലരും വളരെയധികം വിഷമത്തിലാണ് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് ലാസ്റ്റിലത്തെ ഒരു 6 മാസത്തെ ഡ്രോ ഒക്കെ നോക്കുമ്പോൾ വെറും 500 പേരെയും ഒക്കെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റിലത്തെ ഒരു CEC കാറ്റഗറി ഡ്രോയിൽ മാത്രമാണ് 3000 പേരെ വിളിച്ചു എന്നുള്ളത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള എല്ലാ ഡ്രോയിലും 500 പേരെയൊക്കെ മാത്രമേ അവർ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിലൊക്കെ പല ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നവർ ഇനി ഒരു ഡ്രോ കണ്ടക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സാധ്യതയില്ല എന്ന് കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഉള്ള കള്ളത്തരങ്ങൾ കാണിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ അബദ്ധങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. നിങ്ങളൊരു ജെന്യുവിനായിട്ടാണ് ഒരു PRന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ സ്പൗസിന് നാട്ടിൽ നിൽക്കുകയാണ്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കാനഡയിലേക്ക് വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ സ്പൗസിന് PRന് താല്പര്യമില്ല എന്നൊക്കെ റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സിംഗിളായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ നാളെ ഫ്യൂച്ചറിലേക്ക് ഈ നിങ്ങളൊരു സാധ്യതയായിട്ട് കണ്ട് നിങ്ങൾക്ക് PR കിട്ടിയതിന് ശേഷം നിങ്ങളുടെ സ്പൗസിന് PR കിട്ടും എന്നുള്ളൊരു രീതിയിൽ ഒരു മുൻവിധിയോടുകൂടി ആണ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് വലിയ അബദ്ധങ്ങളിലേക്ക് മാത്രമേ ഇനിയുള്ള കാലം പോകത്തുള്ളൂ. ചിലപ്പോൾ പണ്ടൊക്കെ കാലത്ത് അങ്ങനത്തെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അവരുടെ സ്പൗസിനൊക്കെ PR കിട്ടിയ കാലം ഉണ്ടാവും. പക്ഷേ ഇനിയൊന്നും അത് നടക്കത്തില്ല. ഇനി നിങ്ങൾ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റെഫ്യൂസൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഫെഡറൽ കോർട്ടിൽ ഇത് കേസിന് ചലഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഭാഗത്തായിരിക്കണം ന്യായം. അതായത് സ്പൗസിനെ ഇവിടെ കാനഡയിലേക്ക് വരുന്നില്ല എന്നൊരു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ജെന്യുവിനായിട്ട് സബ്മിറ്റ് ചെയ്യുകയും എന്നാൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ IRCCക്ക് നിങ്ങളൊരു ഫോൾസ് ഇൻഫർമേഷൻ തന്നു അല്ലെങ്കിൽ ഒരു മിസ്റെപ്രസെൻറ്റേഷനാണ് കാണിച്ചത് എന്നൊക്കെ തോന്നി അവർ റെഫ്യൂസലോ അല്ലെങ്കിൽ റിജക്ഷനോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫെഡറൽ കോർട്ടിൽ പോയിട്ട് ഇത് കേസ് ചലഞ്ച് ചെയ്യാം. അങ്ങനെ ചലഞ്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു ഉത്തരം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് PR കിട്ടും. കാനഡ PR ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് ഞാൻ സ്ഥിരം ചെയ്യാറുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.